ഇവേ ഇവാ വന്നേ ഒരു കത്തുണ്ട്. കൊച്ചേട്ടൻ്റെ കത്ത്. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലടിച്ച് തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടന്നുകൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസെ എവറോ ഡയസ് എന്നാണ്. എന്നാൽ 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിസന്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച വൊസീഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വൊസീഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കി വിട്ട വൊസീഞ്ഞോയാണിത്. കാൽപന്ത് കളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുതുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്ത വൊസീഞ്ഞോയാണിത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അംഗോള, മൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച് 2026 ഫിഫ വേൾഡ് ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വൊസീഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വൊസീഞ്ഞോ എന്ന കാൽപന്ത് കളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞ് മെസ്സി ഉൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുളിപ്പന്തുകളായിരുന്നോ? അല്ലേ അല്ല. കളിക്കളത്തിൽ അയാൾ സാഗൂതം സശ്രദ്ധം ഗോൾ മുഖത്ത് മിഴി പൂട്ടാതെ നിന്ന് നാനാവശങ്ങളിലും നിന്ന് പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസപ്പേര് കൊണ്ട് അയാൾ തൻ്റെ ജീവിത മധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തൻ്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തു നിന്നുയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചിറക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗ്യാലറികളിൽ ഇരുന്ന് കമൻ്റ് അടിക്കുന്നവർ മെയ്യനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേയുള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.